ബ്രിട്ടീഷുകാരുണ്ടായിരുന്നപ്പോൾ എഴുതി വെച്ചിട്ടുള്ള പല നിയമങ്ങളും ഇപ്പോഴും ഉണ്ട്. സൈബർ സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുവാണെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു സാധനം മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇപ്പം നമ്മളുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡും നമ്മുടെ പീനൽ കോഡൊക്കെ ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമായി. അതിലൊരുപാട് നല്ല മാറ്റങ്ങളുണ്ട്. ചില കാര്യങ്ങളിൽ നമുക്ക് റിസർവേഷൻസ് ഉണ്ട്. ഇപ്പം അമിതമായിട്ട് പോലീസിന് എന്തെങ്കിലും ഒരു പവർ കൊടുക്കുമ്പോൾ അത് മിസ്യൂസ് ചെയ്യപ്പെടാമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. അൾട്ടിമേറ്റ്ലി അതിലൊരു നീതി കിട്ടാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും എന്ന് ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട്. പക്ഷേ റീറൈറ്റ് ചെയ്യപ്പെടണം എന്ന് ഞാൻ ചിന്തിക്കുന്ന അങ്ങനെ ഒരു ലോ സ്റ്റുഡൻറ്റിനെ പോലെ ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു, ഒന്ന്, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന ലെവലിൽ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ കോൺസെപ്റ്റിന് കുറച്ചും കൂടി എഫക്റ്റീവ്നെസ് വരണം. ഇപ്പോൾ നിങ്ങൾക്കെതിരെ ഒരാൾ എന്തെങ്കിലും ഒരു തീരുമാനം എത്തുന്നതിന് മുമ്പ് നിങ്ങളെ എഫക്റ്റീവായി കേൾക്കണം. അതിപ്പോൾ ഓൾറെഡി ഒരു സെറ്റിൽഡ് പ്രിൻസിപ്പിളാണ്. പക്ഷെ അതിന് നിയമപരമായ ഒരു കവചം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടും. നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് വിചാരണ നേരിടുന്നതിൽ അർത്ഥമില്ല. അതിൽ നിങ്ങൾക്കൊരു സ്റ്റിഗ്മയുണ്ട്. അതൊരു ഇററിപ്പയറബിൾ ഇഞ്ചുറിയാണ്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്നെ ആരാ കേട്ടേക്കണേ? അത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഓൾറെഡി എ സെറ്റിൽഡ് പ്രിൻസിപ്പിൾ. ഒരുപാട് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒരുപാട് നല്ല ജഡ്ജ്മെൻറ്റ് വിധിന്യായങ്ങളുണ്ട്. പക്ഷേ നമ്മൾ അതിനെ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ കുറച്ചുകൂടി ഒരു സ്ട്രിക്റ്റ് റൂളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ കേൾക്കാനുള്ളൊരു അവസരങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടില്ല. അപ്പോൾ അതിലൊരു നിയമം വളരെ എഫക്റ്റീവ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.